വയനാട് ദുരന്തബാധിതർക്ക് വിതരണം ചെയ്ത അരി കേടായത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രി എന്താ പറയുന്നത്? മേപ്പാടി പഞ്ചായത്താണ് ഉത്തരവാദി. മേപ്പാടി പഞ്ചായത്ത് കൊടുത്ത ഭക്ഷ്യസാധനങ്ങളാണ് കേടായതെന്ന്. മേപ്പാടി പഞ്ചായത്ത് ഒരു ഭക്ഷ്യസാധനവും കൊടുത്തിട്ടില്ല. എല്ലാം റവന്യൂ അതോറിറ്റി കൊടുത്ത ഭക്ഷ്യസാധനങ്ങളാണ് അവിടെ വിതരണം ചെയ്തത്. ഇപ്പോൾ പ്രശ്നം ഉണ്ടായത് ഏതില? നവംബർ 1-ാം തീയതി റവന്യൂ അധികാരികൾ അവിടെ വിതരണം ചെയ്ത 835 അരിച്ചാക്കുകളിൽ 17 എണ്ണം പുഴുക്കുത്തുകളുള്ളതായിരുന്നു. 17 എണ്ണം. പഞ്ചായത്തിന് യാതൊരു കാര്യമില്ല. കാരണം എന്താ? ഒക്ടോബർ 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി പെരുമാറ്റച്ചട്ടം ബാധകമായി. പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് ഭരണസമിതിയോ ഇത് സാധനങ്ങളും കൊടുത്തിട്ടില്ല, അവർ വിതരണത്തിലും പങ്കാളിത്തമില്ല. അവർക്ക് വിതരണം ചെയ്യാൻ പാടില്ല. ഒക്ടോബർ 15-ാം തീയതി മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി കഴിയുന്നത് വരെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ കംപ്ലീറ്റ് മാറി നിൽക്കുകയാണ്. 15-ാം തീയതി മുതൽ, ഒക്ടോബർ 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അവർ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? പഞ്ചായത്തിന് എന്താ കാര്യം? മാത്രമല്ല, MLA-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഭക്ഷ്യസാധനങ്ങൾ കൊടുത്തയക്കുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. പരിശോധന നടത്താതെയാണ് റവന്യൂ വകുപ്പ് ഈ സാധനങ്ങൾ മുഴുവൻ കൊടുത്തയച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? ഒരു പരിശോധനയും നടത്താതെയാണ് ഇത് മുഴുവൻ ഈ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുള്ളത്. ഒക്ടോബർ 15-ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം നവംബർ 1-ാം തീയതി വിതരണം ചെയ്ത സാധനങ്ങൾ കേടുവന്നതിന് മേപ്പാടി പഞ്ചായത്ത് ഒരു സാധനവും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അവരെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഒരു സാധനം അവർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം സർക്കാർ കൊടുത്ത സാധനങ്ങളാണ് അവിടെ. അതും തന്നെ കഷ്ടമാണ്. മാനന്തവാടിയിൽ നിന്നൊക്കെയുള്ള ഈ ദുരന്തബാധിതർ, വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ദുരന്തബാധിതർ, അവരുടെ വീടുകളിലാണ് ഇത് കൊടുക്കേണ്ടത്. അവർ മേപ്പാടിയിൽ വന്ന് എത്രയോ ദൂരെ യാത്ര ചെയ്ത് ഇത് വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മറച്ചു വയ്ക്കുക. ഇത് പഞ്ചായത്തിൻ്റെ UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. അങ്ങോട്ട് പോയിട്ടില്ല ഈ പഞ്ചായത്ത് മെമ്പർമാരാരും ഭരണസമിതിയും. പോകാൻ പാടില്ല അവർക്ക്. കാരണം ഇത് ആനുകൂല്യങ്ങളാണ് വിതരണം നടത്തുന്നത്. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ പൂർണ്ണമായും മാറി നിൽക്കുകയും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്.